السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين استجابوا لربهم وأقاموا الصلاة وأمرهم شورى بينهم ومما رزقناهم ينفقون. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറച്ച് സമയമായി സംവദിച്ചിട്ട് വലിയൊരു ഇടവേള വന്നിട്ടുണ്ട്. മനസ്സിൽ പല ചിന്തകളും നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിച്ചിരുന്നു. എങ്കിലും അത് ചില സാങ്കേതിക തടസ്സം കാരണം താമസം നേരിട്ടതാണ്. ഏതായാലും ഞാനിപ്പോൾ നിങ്ങളുമായി സംവദിക്കുന്നത്, ഞാനിപ്പോൾ ഓതിയ ആയത്ത്, അതിൻ്റെ ഏകദേശം അർത്ഥം, വല്ലദീന സ്തജാബു ലിറബ്ബിഹിം. ആയത്തിൻ്റെ അതിന് മുമ്പുള്ളതൊക്കെ വിഷയങ്ങളൊക്കെ വേറെ പലതുണ്ട്. അങ്ങനെ അതിന് ശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വല്ലദീന സ്തജാബു ലിറബ്ബിഹിം, തങ്ങളുടെ നാഥൻ്റെ വിളിക്ക് ഉത്തരം നൽകിയ, അതായത് ദീൻ ഇസ്ലാം സ്വീകരിച്ച അല്ലെങ്കിൽ ദീനിലേക്ക് വന്ന അല്ലെങ്കിൽ ഈമാൻ ഉൾക്കൊണ്ട ആളുകൾ, വഅഖാമുസ്സലാത്ത, നമസ്കാരം നിലനിർത്തുന്നവരും, വഅംറുഹും ശൂറാ ബൈനഹും, അവരുടെ കാര്യങ്ങളൊക്കെ പരസ്പരം കൂടി ആലോചിക്കുന്നവരും, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, തങ്ങൾക്ക് നൽകപ്പെട്ടതിൽ നിന്ന് ചിലവഴിക്കുന്നവരും. ഇതിൽ നമ്മൾ സത്യവിശ്വാസികളുടെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുകളിലുള്ള ആയത്തുകളൊക്കെ തന്നെ പല ഗുണങ്ങളെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് പിന്നെ അവരുടെ ഗുണങ്ങൾ ഇവിടെ എണ്ണുന്ന കൂട്ടത്തിൽ വഅംറുഹും ശൂറാ ബൈനഹും, അവരുടെ കാര്യങ്ങളൊക്കെ അവർ പരസ്പരം കൂടിയാലോചിച്ച് ചെയ്യുന്നവരാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം അതാണ്, ശൂറ. ശൂറ എന്ന് പറയുമ്പോൾ അത് കൂടി ആലോചന, മീറ്റിംഗ്, യോഗം എന്നൊക്കെ പുതിയ അർത്ഥത്തിലേക്ക്, പുതിയ കാലത്ത് നമ്മൾ വിളിക്കുന്ന ഇതിലേക്ക് നമുക്കതിന് മാറ്റി പറയാവുന്നതാണ്. കാരണം ഒരു ശൂറ പല കാര്യങ്ങൾക്കും വേണ്ടി കൂടാറുണ്ട്. അത് ദീനിൻ്റെ വിഷയങ്ങൾക്കാണ് കൂടുതലും അതിന് ശൂറ എന്ന് സാങ്കേതിക പദം ഉപയോഗിച്ച് വിളിക്കുന്നത്. അത്തരത്തിൽ ദീനിൻ്റെ വിഷയങ്ങൾ, അത് പള്ളിയുടെ മീറ്റിംഗ് ആകട്ടെ, അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിയുടെ മീറ്റിംഗ് ആകട്ടെ, അല്ലെങ്കിൽ മദ്രസ കമ്മിറ്റിയുടെ മീറ്റിംഗ് ആകട്ടെ, അല്ലെങ്കിൽ മറ്റ് ദീനി സംരംഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടിയാലോചന, കൂടലാവട്ടെ, അതൊക്കെ തന്നെ ശൂറയുടെ ഗണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും. ആ കൂടി ആലോചിക്കേണ്ടത് ഒരർത്ഥത്തിൽ പല ഫുഖഹാക്കളുടെയും അഭിപ്രായം അനുസരിച്ച് നിർബന്ധ ബാധ്യതയാണ്. കാരണം ഒറ്റയ്ക്ക് ഒരാൾ തീരുമാനം എടുക്കുന്നതല്ല, എല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു പള്ളി കമ്മിറ്റി, ആ പള്ളി കമ്മിറ്റി എന്ന് പറയുമ്പോൾ ആ മഹല്ലിലെ ഒട്ടുമിക്ക ആളുകളും അതിൽ പ്രഗത്ഭരായും അഭിപ്രായങ്ങൾ പറയാനും, പലവിധ അഭിപ്രായം, പുതിയ രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാവും. ആ പ്രഗത്ഭരായ ആളുകളൊക്കെ തന്നെ കൂടിക്കൊണ്ടാണ് ഒരു പ്രദേശത്തെ പള്ളിയാണെങ്കിലും മദ്രസയാണെങ്കിലും അതുപോലുള്ള എല്ലാ ദീനി സംരംഭങ്ങളാണെങ്കിലും അതല്ലെങ്കിൽ ദുനിയാവിൻ്റെ വിഷയമാണെങ്കിലും കൂടി ആലോചിക്കേണ്ടത്. ഈ കൂടിയാലോചന നമ്മുടെ കുടുംബങ്ങളിലും
നടത്തേണ്ടതുണ്ട്. കുടുംബങ്ങളിലുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ എല്ലാവരും കൂടി, കുടുംബത്തിലുള്ള അംഗങ്ങളൊക്കെ കൂടിയിരുന്ന് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ വിഷയം ചർച്ച ചെയ്ത് അവർ ഒന്നിച്ച് കൂടി ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഒരു സുന്നത്താണ്, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക രീതിയാണ്. ഈ രീതി നമ്മൾ പാലിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട്. ആ മര്യാദകൾ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒരു ഷൂറ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കൂടിയാലോചന എന്ന് പറയുമ്പം, ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ തുടക്കത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നത് വശാവിർഹും ഫിൽ അംർ, കാര്യങ്ങളിൽ താങ്കൾ അവരുമായി കൂടി ആലോചിക്കുക. അതായത് സഹബാക്കളുമായിട്ട് കൂടി ആലോചിക്കുന്നതിനെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ശൂറകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും കൂടി പല ശൂറകളും പല കൂടിയാലോചനകളും നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ പാലിച്ചിരുന്ന മര്യാദകൾ, അത് എക്കാലത്തും അതാണ് നമ്മുടെ മാതൃക. അതിനെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം ഏത് ശൂറകളും മീറ്റിങ്ങുകളും യോഗങ്ങളും ഒക്കെ തന്നെ നടത്തേണ്ടത്. കാരണം അതിലാണ് ഖൈർ. ഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. അങ്ങനെ കൂടി ആലോചിച്ചു കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ കാര്യങ്ങൾ നടപ്പാക്കുക എന്നുള്ളതാണ്. ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹു തവക്കലാക്കിക്കൊണ്ട് അത് നടപ്പാക്കുക. അതാണ് ശൂറയുടെ രീതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ശൂറ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കും, അഭിപ്രായങ്ങൾ ആരായുമ്പോൾ സഹബാക്കളിൽ പല രീതിയിലുള്ള പല ഉന്നത സഹബാക്കളുണ്ട്. എല്ലാ സഹബാക്കളുടെ പല രീതിയിലുള്ള പല ആളുകളും ഉണ്ട്. അങ്ങനെ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ, ശൂറയിൽ എന്താണ് വേണ്ടത്? ശൂറ എന്ന് പറയുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു മദ്രസയുടെ, ഒരു പള്ളിയുടെ കമ്മിറ്റി ആണെങ്കിൽ ഈ പള്ളി അല്ലെങ്കിൽ ഈ മഹല്ല് അല്ലെങ്കിൽ മദ്രസ അല്ലെങ്കിൽ മദ്രസയുടെ എങ്ങനെയാണ് സുഗമമായ നടത്തിപ്പിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നാം ചെയ്യേണ്ടത്, അതിലേറ്റവും ഹൈറായത് എന്താണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് അവരവരുടെ അഭിപ്രായങ്ങൾ, അവരവർക്ക് നല്ലതാണെന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതാണ് ശൂറയിലെ ഒരു മര്യാദ. ഒരിക്കലും നാം ചിന്തിക്കരുത് നാം പറയുന്നത് എടുക്കണം, നാം പറയുന്നത് തന്നെ നിർബന്ധമായിട്ട് എടുക്കണം എന്ന് ശഠിക്കാൻ പാടില്ല. ഒരിക്കലും അത് ശൂറയുടെ അദബിന് എതിരാണ്. അങ്ങനെ നാം അത് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഓരോരുത്തരും അഭിപ്രായം പറയുമ്പോൾ അവരുടെ അഭിപ്രായത്തെ ಖಂಡಿക്കാൻ നമുക്ക് അവകാശമില്ല. ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ കാഴ്ചപ്പാടനുസരിച്ച് ഈ കാര്യത്തിന് നമ്മൾ എന്തിനു വേണ്ടിയാണ് കൂടിയാലോചന നടത്തുന്ന കാര്യങ്ങളിൽ ഏറ്റവും സുഗമമായി നടത്താൻ വേണ്ട സംഗതി അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് അവരുടെ അഭിപ്രായം പറയുന്നു. അങ്ങനെ ഓരോ ആൾക്കാരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. ഒരിക്കലും ഞാൻ പറയുന്നത് തന്നെ എടുക്കണം എന്ന് നമ്മൾ മനസ്സിൽ ചിന്തിക്കരുത്. ഹൈറായത് എന്താണെന്ന് വെച്ചാൽ ശൂറയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അതിൽ നിന്നും ഹൈറായത് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും തന്നെ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞെടുത്തില്ല അല്ലെങ്കിൽ മറ്റേ ആൾ പറഞ്ഞെടുത്തു എന്നൊരു രീതി നമുക്കുണ്ടാവരുത്. കാരണം സഹാബാക്കളിൽ പലരും അഭിപ്രായം പറഞ്ഞ ഉന്നത ശ്രേണിയിലുള്ള ഉമർ റളിയല്ലാഹു അൻഹു പോലുള്ള അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലുള്ള ആളുകളൊക്കെ തന്നെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നാൽ താഴേക്കിടയിൽ സഹാബാക്കളിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്നും ഖൈറായിട്ട് തോന്നിയിട്ടുള്ള ഒരു പക്ഷേ താഴേക്കിടയിലുള്ള സഹാബാക്കളുടെ അഭിപ്രായം അനുസരിച്ചായിരിക്കും. അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരാരും നിന്നൊന്നും പറയാറില്ല. കാരണം എന്താ, അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ അവർ ചെയ്യാം, അഥവാ അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഒരു കമ്മിറ്റി മീറ്റിങ്ങിൽ നമ്മൾ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് വളരെ സൗമ്യമായ രീതിയിൽ പറയാം, അടിച്ചേൽപ്പിക്കുന്ന രീതിയിലല്ല, സൗമ്യമായ രീതിയിൽ നമ്മൾ പറയാം. മറ്റുള്ളവർ പറയുമ്പോൾ അത് വളരെ ക്ഷമയോടുകൂടി കേൾക്കുക. അങ്ങനെ ഓരോ
ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു കാര്യം ഒന്നായിരിക്കും തീരുമാനിക്കുക. ഇതാണ് ഖൈർ എന്നുള്ള രീതിയിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനിച്ചതിൽ നമ്മൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ശൂറയിലെ മെമ്പർമാരുടെ അല്ലെങ്കിൽ ഈ പള്ളി കമ്മിറ്റിയിലെ അല്ലെങ്കിൽ ഈ മഹലിലെ മുഴുവൻ ആളുകളുടെയും ഉത്തരവാദിത്വം. കാരണം അത് തീരുമാനിച്ചു കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് നാം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ പിന്നീട് അത് ചർച്ച ചെയ്യാൻ പാടില്ല. ഒരിക്കലും തന്നെ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് വീണ്ടും അതിൽ ചർച്ച ചെയ്യാൻ പാടില്ല. പുറത്തു പോയി ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്ന അതൊക്കെ തന്നെ അദബ് കേടാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ശൂറയുടെ അല്ലെങ്കിൽ കൂടിയാലോചനയുടെ അല്ലെങ്കിൽ യോഗം മീറ്റിംഗ് എന്ത് തന്നെയായാലും അവസ്ഥ, നമ്മുടെയൊക്കെ കൂടിയാലോചനയുടെ അവസ്ഥ എന്താണ്? നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് മനസ്സിലാക്കിയ ഈ ആദബുകളൊക്കെ പാലിച്ചുകൊണ്ടാണോ നമുക്ക് കൂടിയാലോചനകൾ നടത്താറ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക. നമ്മുടെ കൂടിയാലോചനകളുടെ വളരെ പരിതാപകരമാണ്. സുന്നത്തിൽ നിന്നും റസൂലുള്ളാഹിയുടെ ശരീരയിൽ നിന്നൊക്കെ നാം വളരെ പിന്നോട്ട് പോയിട്ടാണുള്ളത്. അതുകൊണ്ട് അതൊക്കെ തന്നെ തിരിച്ച് കൊണ്ടുവരേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കി ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ശൂറയുടെ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മുടെ കൂടിയാലോചനകളും മീറ്റിങ്ങുകളും യോഗങ്ങളൊക്കെ തന്നെ മാറേണ്ടതുണ്ട്. തികച്ചും ഇസ്ലാമിക രീതിയിൽ സുന്നത്തായ രീതിയിൽ ചെയ്തുകൊണ്ട് അതിൻ്റെ ബർക്കത്ത് കരസ്ഥമാക്കിക്കൊണ്ട് നാട്ടിലും വീട്ടിലും ഒക്കെ തന്നെ അതിൻ്റെ ബർക്കത്ത് കരസ്ഥമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് നാം മാറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വളരെ സംക്ഷിപ്തമായ രീതിയിൽ വിവരിച്ചിട്ടുള്ള ഇനിയും ഒരുപാട് ഇതിനെക്കുറിച്ച് നന്നായിട്ട് പറയാൻ പറ്റുന്ന ആളുകൾക്ക് നന്നായിട്ട് ഒരുപാട് പോയിൻ്റുകൾ വെച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റും. എന്നാലും ഞാൻ എൻ്റെ ഉദ്ദേശം ജനങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മാറ്റങ്ങൾ ഉണ്ടാക്കി സ്വയം മാറ്റത്തിന് വിധേയമായിക്കൊണ്ട് അവസ്ഥകളെ മാറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ നല്ലൊരു സമൂഹമായി നമുക്ക് മുന്നേറാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാതൃകാ സമൂഹമാക്കി നമ്മെ മാറ്റി തരുമാറാവട്ടെ. അതിനുള്ള തൗഫീഖ് അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവട്ടെ. അതിനുള്ള അത്തരമൊരു ചിന്തയിലേക്കുള്ള ഒരു വഴികാട്ടിയായി എൻ്റെ സംസാരം മാറട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.